ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പം വീണ്ടും കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം വേറൊന്നുമല്ല, നമ്മുടെ റമളാൻ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പം വ്ളോഗ് എന്നൊക്കെ ഇതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നൈസ് പത്തിരിയും അതുപോലെ ചിക്കൻ കറിയുമാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അപ്പം നമ്മൾ മാവ് വാട്ടുന്ന വീഡിയോ സത്യത്തിൽ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ കുഴച്ച് അത് ഉരുളകളാക്കിയതൊക്കെ ഉമ്മയാണ്. പിന്നെ പരിപാടികളൊക്കെ ഏകദേശം ഞാനും ഉമ്മയും കൂടെ അങ്ങനെ ചെയ്തു. അങ്ങനെ പത്തിരി നമ്മളിവിടെ പരത്തി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പ്രസ്സിൽ പ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നൈസായിട്ട് ഒരു പാകത്തെ റൗണ്ടിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് പത്തിരിയൊക്കെ ചുടുക. കാരണം മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി, ഇരുമ്പ് ഇൻഡാലിയന അങ്ങനെ എന്താ പറയും, അങ്ങനത്തെ ഒരു ചട്ടിയാണ്. അപ്പം അത് നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടായി കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ 4 മണി 3:45 4 മണി കഴിക്കണം കേട്ടോ. നമ്മൾ പണിയെടുക്ക് ഇറങ്ങിയപ്പോൾ, അടുക്കളയിൽ കയറിയപ്പം ആ ഒരു ടൈമായിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ സത്യത്തിൽ 6 മണി 6:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:37 ബാങ്ക്. അപ്പോൾ 6:30 ആയപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി ഇറങ്ങി. കാരണം ഇന്ന് അത്യാവശ്യം ഫസ്റ്റ് ദിവസമായതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ട് ഇനി അങ്ങോട്ടിങ്ങനെ കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ഇറങ്ങും. അപ്പോൾ കുറച്ചും കൂടെ നേരത്തെ പണി തീരും, അങ്ങനെ സെറ്റാവും. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. നമ്മൾ ആദ്യം വേറൊരു പാത്രത്തിലായിരുന്നു ചുട്ട് വെച്ചത്. പിന്നെ നമ്മൾ കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള തയ്യാറെടുപ്പാണ്. ചിക്കൻ കറിക്ക് വേണ്ടി നമ്മൾ തേങ്ങ വറുക്കുകയാണ്. അപ്പം ഗ്യാസിൽ വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞൂലേ. അപ്പോൾ നമ്മൾ വിറക് അടുപ്പിൽ തന്നെയാണ് കേട്ടോ അതും വെക്കണത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം വറുത്ത് എടുത്തു. പിന്നെ വറവാവണത് വരെ വീഡിയോ എടുത്താൽ ഇന്നൊന്നും തീരൂല ഈ വീഡിയോ. അപ്പം നമ്മളത് അരക്കുന്ന ജാറിലേക്ക് ഇട്ടു. പക്ഷേ അത് അരച്ചത് ഉമ്മയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അരച്ച് അതിൽ പാരണതൊക്കെ ഉമ്മയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറി വെക്കാൻ തുടങ്ങി. കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ സവാള ഇട്ടു, ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. പിന്നെ അത് കുറച്ച് സമയം മൂടി വെക്കും. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് വെക്കും. പിന്നെ ഇളക്കി കൊടുക്കും. പിന്നെയും മൂടി വെക്കും. പിന്നെ തുറക്കും, പിന്നെ ഇളക്കും. അങ്ങനെ നന്നായിട്ട് വാടി വരുന്നവരെ അത്യാവശ്യം കുറച്ച് സമയം അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെയും കുറച്ച് സമയം മൂടി വെച്ചു. അങ്ങനെ തക്കാളിയും ഉള്ളിയും കൂടെ വാടി വരുന്നവരെ വീണ്ടും മൂടി വെക്കും, ഇളക്കും, മൂടി വെക്കും, ഇളക്കും. തന്നെയാണ് പണി. പിന്നെ നമ്മൾ ചട്ടി അടങ്ങി നിൽക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗ്യാസമ്മ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകിയിരുന്നു. സത്യത്തിൽ നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതും വിറകടുപ്പിൽ തന്നെയാണ് വെക്കാറ്. പക്ഷേ ഇന്ന് സമയം കുറേ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഗ്യാസമ്മൊക്കെ ആക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പൊടിക്കൈകളൊക്കെ ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി ചിക്കനും ചേർത്ത് കൊടുത്ത് മൂടി വെച്ചു. ഇതിനിടയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണേ പറ്റുമെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി, എഡിറ്റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മെയിൻ കോഴ്സാണ്. അതായത് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ നോമ്പ് തുറന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പത്തിരി കറി ചായയൊക്കെ കുടിക്കുക. അപ്പം നമുക്ക് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം, പഴംപൊരി, അങ്ങനെ എന്തെങ്കിലും സ്നാക്സ്, പഴംപൊരി അല്ലെങ്കിൽ കട്ട്ലേറ്റ്, സമൂസ, ഏതെങ്കിലും ഒന്ന്, ഒരുപാടൊന്നും ഉണ്ടാക്കില്ല. പിന്നെ എന്നും നമ്മൾ എണ്ണപ്പലഹാരം ഉണ്ടാക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒന്നരാടം അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചു.
അപ്പോൾ സത്യത്തിൽ ഇത് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല. എടുക്കാൻ മറന്ന സമയം ഒരുപാടായിരുന്നു. പിന്നെ നമ്മളെല്ലാം ടേബിളിൽ നിരത്തിയതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വത്തക്ക, മുന്തിരിക്ക, കാരക്ക, പഴംപൊരി അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ടാക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.